നമസ്കാരം. അസ്ട്രോ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിമൽ കുമാർ, ആസ്ട്രോളജി വാസ്തു കൺസൾട്ടന്റ്, എറണാകുളം. ഈ വർഷത്തെ മേടപ്പുലരി കൊല്ലവർഷം 1201 ആണ്ട്, മേടം 1-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:34 ഉദയാൽപരം 8 നാഴിക 8 വിനാഴിക, കുംഭക്കൂറിൽ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടരവി സംക്രമത്തോടെ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ മേടരവി സംക്രമം ഉദയത്തിന് ശേഷമായതിനാൽ മേടം 2-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കാൻ പോകുന്നത്. മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശികളുടെ വിഷുഫലമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. അശ്വതി ഭരണി കാർത്തിക കാല് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചോളം ഈ വർഷം 7 ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആകയാൽ 12-ലെ ശനി, പാവം വ്യയം ചപതനം, വീഴ്ചകൾ, സാമ്പത്തികം, മാനസികം, ശാരീരികമായിട്ടുള്ള വീഴ്ചകളെല്ലാം നേരിടേണ്ടി വരുന്ന അവസ്ഥ. വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ശ്രദ്ധിച്ചു പോവുക. വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മുകളിലൊക്കെ കയറിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വീഴ്ചകളൊക്കെ വരാൻ ഏറെ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ 3-ലെ വ്യാഴം ഇവരെ കുറച്ചു നാളായിട്ട് മുറവിളി, അതായത് മാനസികമായിട്ടുള്ള വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തോടുകൂടി അതിന് ഒരു ചെറിയ മാറ്റങ്ങളെല്ലാം വരുന്ന ഒരു സമയമാണ്. വ്യാഴം ജൂൺ 2-ാം തീയതി 4-ലേക്ക് കർക്കിടകം രാശിയിലേക്ക്, ഉച്ച രാശിയായ കർക്കൻ രാശിയിലേക്ക് വരുന്നത് മൂലം അല്പം ഒരു ആശ്വാസം ലഭിക്കുമെങ്കിലും ഈ വർഷം പൊതുവെ ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല. കേതുവിൻ്റെ 5-ലുള്ള സാധ്യതകളും, രാഹു ഇവർക്ക് ഗുണം ചെയ്യുമെങ്കിലും 12-ലെ ശനി അത് ആ നേട്ടത്തെ പൂർണ്ണമായും ലഭിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ 3-ലെ വ്യാഴവും ദൈവാധീനം മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, ഇവയെല്ലാം മേടക്കൂറുകാരെ സംബന്ധിച്ചോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ രോഗാവസ്ഥകൾ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രോഗം കൃത്യമായ സമയത്ത് തന്നെ അത് രോഗനിർണയം നടത്തുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥകൾ. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഗൈനിക്സ് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. സർജറി ഇവയെല്ലാം ഈ വർഷം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പരിഹാരാർത്ഥം ശാസ്താവിനി, പക്കപ്പിറന്നാൾ തോറും ശാസ്താവിനി, നീരാഞ്ജനം, എള്ള് പായസം, കൂടാതെ ഗണപതിക്ക് വിഘ്നഹര മന്ത്രാർച്ചന, നാരങ്ങമാല ഇവയെല്ലാം ചാർത്തുക. വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. ഗുരുവായൂർ ദർശനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഈ വർഷം. അതുകൂടാണ്ട് ഇവർക്ക് ഇവരുടെ ജാതകവും ജാതകവശാലുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനുള്ള ഒരു പരിഹാരവും തേടേണ്ടതാണ്. എപ്പോഴും ഒരു മോശ കാലഘട്ടം ആണെങ്കിൽ പോലും വീട് സംബന്ധമായും അപ്പോഴും ഗ്രഹസംബന്ധമായി വീടിന്റെ വാസ്തുവെല്ലാം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാലദോഷ സമയത്തും നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വാഹനവും പഴയതാണ്, റോഡ് മോശമാണെങ്കിൽ നമുക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ആ സമയത്ത് വാഹനം പഴയതാണെങ്കിലും റോഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് മൂവ് ചെയ്ത് പോകാൻ പറ്റും.
എന്ന് പറഞ്ഞ പോലെ കാലദോഷ സമയമാണെങ്കിലും ജാതകവശാലാണെങ്കിലും മോശം സമയം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ ഭവനമാണ്. അപ്പോൾ ഭവനം എപ്പോഴും കൃത്യമായി വാസ്തു പാലിച്ചുകൊണ്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കാലദോഷത്തെ മറികടക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും വിഷു ആശംസകൾ.